എനിക്ക് ഇത്രയും റിസൾട്ട് തന്നത് സാറാണ്. എനിക്ക് ബാലൻസ് തരാനും സാറിനെ കൊണ്ടുള്ള വഴി അറിയുമെന്ന് എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരന് വാങ്ങിച്ച് റിസൾട്ട് ഉണ്ട്, എനിക്കറിയാം സാധനത്തിനെ പറ്റി. എനിക്ക് സാധനം വേണം, അതുകൊണ്ടാണ് പറയുന്നത്. നമസ്കാരം. അമൃതൂലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എന്റെ പേര് ഡോക്ടർ വിഷ്ണു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പാർട്ട് 1 ഒന്ന് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. താടിയും മീശയും വളരാത്തതുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം. നമ്മൾ യൂട്യൂബ് ചാനലിൽ ലൈക്ക് കിട്ടാനോ ഷെയർ കിട്ടാനോ അഥവാ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനോ ഫോളോവേഴ്സ് കിട്ടാനോ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് കൊണ്ടാണ്. ബിഎഡ് അഥവാ മുടി കൊഴിച്ചിലായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ടെൻഷൻ, അവസാനം എന്നെ വിളിച്ച് പറയുന്ന ഒരുപാട് ആളുകൾ, സാറേ എന്റെ കല്യാണം നടക്കുന്നില്ല, ജോലിയിൽ കോൺഫിഡൻസ് കിട്ടുന്നില്ല, അവസാനം ഡിപ്രഷൻസ് മെഡിസിൻസിലേക്ക് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് ലാസ്റ്റ് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലരും ചെല്ലുന്നത്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ചെറുപ്പക്കാരെ ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പോസിറ്റീവ് അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇപ്പോഴും പല ആളുകൾക്ക് സത്യം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഇന്നും അനേകം ചെറുപ്പക്കാര് ഓൺലൈൻ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിന്റെ ഒക്കെ പുറകെ പോയി വെറുതെ സമയം കളയുന്നവരാണ് കൂടുതലും. എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്ന പലരും ആളുണ്ട്, സാറേ ഞാൻ മിനോക്സൈഡ് യൂസ് ചെയ്തു, ടെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു മിനോക്സൈഡ് 3 മാസത്തേക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോൾ അവരോട് വഴക്ക് പറയുകയും ഞാൻ ചെയ്തിട്ടുള്ളത്. മിനോക്സൈഡിൽ എന്താണ്, അതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ് പലർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പലരും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി യൂസ് ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റുകൾ എന്താണോ പലരും അറിയുന്നില്ല. മിനോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1960-70 കാലഘട്ടത്തിൽ ഹൈ ഡിപ്രഷന് വേണ്ടി മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെഡിസിൻസ് ആണ്. അല്ലാതെ സയന്റിഫിക്കലി യാതൊരു എവിഡൻസോ പ്രൂഫോ ഇല്ല. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സും മിനോക്സൈഡ് സജസ്റ്റ് ചെയ്തില്ല ഒരു പേഷ്യൻസിനും. കാരണം അതറിയാം, മെയിൻ ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം കാർഡിയോളജി പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേറെ കാരണമില്ല. മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ, അത് ഹാർട്ട് ബീറ്റിന് കൂട്ടുകയും ഹാർട്ട് അറ്റാക്കിന് കാരണമാവും. സ്കിന്നിന് ഇൻഫെക്ഷൻസ്, കൺട്രോളിലെ പിരിക്കുക ഇവയെല്ലാം നഷ്ടപ്പെടുന്നതിന്റെ സൈഡ് എഫക്റ്റുകളായിട്ടാണ്. അത് മാത്രമല്ല, മിനോക്സൈഡ് യൂസ് ചെയ്ത് ഒരിക്കലും പെർമനന്റ് റിസൾട്ട് ഒരിക്കലും ഗ്യാരണ്ടി അല്ല. മിനോക്സൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബേബി ഹെയർസ് നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം അത് ആർട്ടിഫിഷ്യൽ ആണോ എന്ന്. കാരണം ബിഎഡ് എന്ന് പറയുന്ന 2 സ്റ്റേജ് ഉണ്ട്, ടെർമിനൽ സ്റ്റേജും സൈക്കോ സ്റ്റേജും ഉണ്ട്. ഈ പറഞ്ഞ ടെർമിനൽ സ്റ്റേജിലേക്ക് വന്നാൽ മാത്രമേ തിക്നെസ് ആയിട്ടുള്ള ബിഎഡ് ഗ്രോത്തുകൾ ഉണ്ടാവുള്ളൂ. പല അതുപോലെ തന്നെ മുടി കൊഴിച്ചിലായിട്ട് ഈ ജനറ്റിക്സ് ആയിട്ടുള്ള പല ആളുകളും മുടി കൊഴിച്ചിലായിട്ട് റൂട്ട് ഡെഡ് ആയി പോയ ആളുകളുണ്ട്. കംപ്ലീറ്റ്ലി ഫോളിക്സ് ഒന്നും കാണത്തില്ല അവരുടെ തലയോട്ടി ഭാഗങ്ങളിലൊക്കെ. അങ്ങനെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വരുന്ന വിളിക്കുമ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഞാൻ പല മരുന്നുകൾ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, ഇനി റൂട്ട് പോയെടുത്ത് പുതിയ മുടി വളരുമോ, അതിന് സൊല്യൂഷൻ ഉണ്ടോ? പലരും പറയുന്നു മുടി വളരത്തില്ല. തീർച്ചയായിട്ടും അതിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾക്കും എനിക്ക് പറയാനുണ്ട്. കാരണം പലരും ഒരു തെറ്റിദ്ധാരണയാണ്, ഇപ്പോഴും പലർക്കും ഇടയിലും ഈ ഒരു തെറ്റിദ്ധാരണ കൂടുതലായിട്ടും ഉണ്ട്. കാരണം ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ പുതിയ മുടി വളരുമോ ഇല്ലയോ എന്ന്, അഥവാ ബിഎഡ് വളരുമോ ഇല്ലയോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യം. അതുകൊണ്ട് പല ആളുകളും ഈ പറയുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ്, PRP മുതലായ പലരും ചെയ്ത് ഒരുപാട് പൈസ കളഞ്ഞ ആളുകളും ഉണ്ട്. നിങ്ങൾ ആദ്യം ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കണം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല. യാതൊരു ആളുകൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റും ഒരു ഉറപ്പും തരത്തില്ല. എന്തുകൊണ്ട് തരുന്നില്ല നിങ്ങൾ ആദ്യം ഇത് ഞാൻ വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം. അത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങളിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും 2 വർഷം 3 വർഷം കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. വീണ്ടും അത് മാത്രമല്ല, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 മാസം കൂടി PRP ചെയ്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ്. ഇല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ വളരെ ചാൻസ് ഒന്നും വേണ്ട. അത് മാത്രമല്ല, ഏറ്റവും കുറഞ്ഞ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിന് ഏറ്റവും കുറഞ്ഞ 3000 ഗ്രാഫ്റ്റിന് ഏകദേശം 1 ലാക്ക് അടുത്ത് 80,000 to 1 ലാക്ക് വരെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ. പലരും പൈസ ലാഭം നോക്കിയിട്ട് ബാംഗ്ലൂർ, കർണാടക ഈ ഭാഗത്തൊക്കെ പോയിട്ട് പലരും ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഏറ്റവും കുറഞ്ഞ 3000 ഗ്രാഫ്റ്റിനൊക്കെ 10, 35,000, 40,000 രൂപയ്ക്കൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെയധികം സൈഡ് എഫക്റ്റും ഇൻഫെക്ഷൻസും വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, കേശാമൃതൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്നല്ല വേൾഡിൽ തന്നെ FRHRD ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആയുർവേദ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് നമ്മൾ. ഇതിനകത്ത് സൈഡ് എഫക്റ്റ് ഉള്ള യാതൊരു ഇൻഗ്രീഡിയൻസ് ഇല്ല. കംപ്ലീറ്റ്ലി ആയുർവേദിക് മെഡിസിൻസ് ആണ്. ഇന്ത്യക്ക് പുറത്തുനിന്നാണ് നമ്മൾ ഈ മെഡിസിൻസ് തയ്യാറാക്കുന്നത്. ഓരോ കസ്റ്റമേഴ്സിന്റെ അവരുടെ പ്രോബ്ലംസ് അനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കുന്ന മെഡിസിൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഏറ്റവും കുറഞ്ഞത് റീഗ്രോത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 21 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബേബി ഹെയർസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പ്രത്യേകത. നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ്, നിങ്ങളുടെ ഹോർമോൺ ഇഷ്യൂസ് ഇതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് സ്കിന്നിനെ പറ്റി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻ നിങ്ങളുടെ ടെസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും മെഡിസിൻസ് കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത്.
പ്രോപ്പർ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് മെഡിസിൻസ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക ഓൺലൈനിൽ വരുന്ന പ്രോഡക്ട്സുകളും ഇത് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പല യൂട്യൂബേഴ്സും നമ്മളോട് ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നത് ഞാൻ ബിസിനസ് അല്ല ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സത്യസന്ധമായിട്ട് ഇപ്പോഴും ഈ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോവാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കളയാമെന്നുള്ള കാര്യമാണ്. കാരണം ഇത് നിങ്ങൾ ആദ്യം സത്യസന്ധമായിട്ട് മനസ്സിലാക്കണം. പല യൂട്യൂബേഴ്സ് ഇന്ന് പല ഫോളോവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം അവർ പൈസ വാങ്ങി പെയ്ഡ് പ്രൊമോഷൻസ് ആണ് ചെയ്യുന്നത്. അവർ ഫോളോവേഴ്സ് ഇത് കണ്ടുകൊണ്ട് ഇത് കിട്ടും ഇപ്പൊ യൂസ് ചെയ്താൽ നിങ്ങൾ ആദ്യം ഇതിന്റെയൊക്കെ മാർക്കറ്റിംഗ് സ്കാം ആണ്. സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ സ്കാം ആണ്. മാർക്കറ്റിൽ കിട്ടുന്ന ആയുർവേദ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആയുർവേദം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യും. പക്ഷെ എന്ന് കരുതി എല്ലാ മാർക്കറ്റിൽ കിട്ടുന്ന ആയുർവേദ പ്രോഡക്റ്റുകളും ആരും കണ്ണടച്ച് ഇപ്പൊ ഞങ്ങൾ ചോദിക്കും, ഈ വീഡിയോ കാണുന്ന ഒരാളുടെ വ്യക്തി, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ നിങ്ങളുടെ സ്കിന്നാണോ മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത്? നിങ്ങളുടെ സ്കിന്നോ നിങ്ങളുടെ ഹോർമോൺസോ നിങ്ങളുടെ ജെനറ്റിക്സോ അല്ല മറ്റൊരാൾക്ക്. പലർക്കും പല ഡിഫറൻസും ഉണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു തലവേദന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ ആളുകളും ചെയ്യുന്ന ഒരു പെയിൻ കില്ലർ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കഴിച്ചു നോക്കുക. എന്നിട്ട് വേദന മാറുന്നില്ലേ, തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്ന് കരുതി സാധാരണ ഒരു ജനറൽ മെഡിസിനെ കൺസൾട്ട് ചെയ്തിട്ട് കാര്യമില്ല. കണ്ടാലും അവർ നേരെ ഫോർവേഡ് ചെയ്യുന്നത് ENT. എന്തുകൊണ്ട്? ENT സ്പെഷ്യലൈസ് ചെയ്ത് ഇത് തലേനെ പറ്റി പഠിച്ചിരിക്കുന്ന ആളുകളാണ്. അവർ വെറുതെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് തരത്തില്ല. ഒന്നെങ്കിൽ സ്കാൻ ചെയ്യുമോ, അല്ലെ MRI എടുത്ത് നോക്കുകയോ, എന്താണ് എക്സ്റേ എടുത്ത് നോക്കുകയോ, എന്താണ് കാരണം, പ്രോപ്പർ ആയിട്ട് എന്തുകൊണ്ടാണ് തലയ്ക്ക് ഉള്ളിലെ വേദന എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് നമുക്ക് തരുക. എങ്കിൽ മാത്രമേ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിയർഡ് ആയാലും ഹെയർ ആണെങ്കിലും നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ കസ്റ്റം മെയ്ഡ് മെഡിസിൻസ് ആണ്. മെഡിസിൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ്. ആ സൈഡ് എഫക്റ്റുകൾ അടങ്ങുന്ന ഒരു കാര്യവും ഇതിനകത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൂടുതൽ ഡൗട്ട്സ് ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. 24 hours അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലൂടെ കാണുവാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അതുമാത്രമല്ല, ഇതിന്റെ റേറ്റ് വരുന്ന ഓരോരുത്തരുടെ പ്രോബ്ലംസ് അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. അല്ലാതെ കൃത്യം മാർക്കറ്റിൽ കിട്ടുന്ന പോലെ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഇതിന് നിങ്ങളുടെ പ്രോബ്ലംസ് അനുസരിച്ച് മാത്രമേ റേറ്റ് ചെയ്യുന്നത്. 5000 രൂപ അടച്ച് ആദ്യം പ്രോഡക്ട്സ് ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വാട്സപ്പ് ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വാട്സപ്പിൽ 24 hours വരെ അല്ല നേരിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കാം. 24 മണിക്കൂർ അവൈലബിൾ ആണ്. നിങ്ങളുടെ അഡ്രസ്സും ഫോട്ടോയും അയച്ചതിന് ശേഷം അത് നിങ്ങൾ പ്രോഡക്ട്സ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ഇവിടുന്ന് വിളിച്ച് പറയുന്നതനുസരിച്ചിട്ടായിരിക്കും ടോട്ടൽ റേറ്റ് കാര്യങ്ങൾ പറയുന്നത്. 3 മാസം കാര്യങ്ങൾ നിങ്ങൾ 3 മാസം ഉപയോഗിച്ചിട്ട് യാതൊരു റിസൾട്ടോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് റീഫണ്ട് പോളിസി നമുക്കുണ്ട്. മറ്റൊരു കമ്പനി അത് തരത്തില്ല. നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് മറ്റുള്ള കമ്പനികൾ പ്രോഡക്ട്സുകൾ എന്തുകൊണ്ട് മണി ബാക്ക് അല്ല അങ്ങനെയുള്ള ഉറപ്പോ ഗ്യാരണ്ടോ ഒന്നും തരാത്തതിന്റെ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിലെല്ലാം ഓരോ ബിസിനസ് സ്ട്രാറ്റജീസ് ആണ്. ആദ്യം അത് മനസ്സിലാക്കുക. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ആരും നെഗറ്റിവിറ്റി ഉണ്ടാക്കുക അല്ല എക്സ്പോസ് ചെയ്യുക എന്നുള്ളതല്ല. ഇത് ഞാൻ ഏകദേശം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 6-7-8 കൊല്ലം മുമ്പ് അങ്ങോട്ട് നമ്മൾ 7 കൊല്ലം മുമ്പ് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ അടുത്തുകൊണ്ട് പ്രോഡക്ട്സ് വാങ്ങി റിസൾട്ട് കിട്ടി പോകുന്നുണ്ട് ദിവസം പ്രതിദിനം. ഇന്ത്യക്ക് അകത്തും പുറത്തും നമുക്ക് കസ്റ്റമേഴ്സ് വരാനുള്ളത് 2015 മുതൽ 2026 വരെ അകത്തുന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത മെഡിസിൻസ് ആണ് യശാമൃതം. ഇന്ത്യയിൽ തന്നെ 100-ലധികം ആളുകളെ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവന്ന പ്രോഡക്റ്റും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട, റിസൾട്ടിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ വെറുതെ ഇപ്പൊ ആദ്യം ഈ ബിയർഡ് ഇല്ല, അതുപോലെ തന്നെ ഹെയർ പ്രോബ്ലംസ് ആണെന്ന് കരുതിക്കൊണ്ട് ടെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടുകൊണ്ട് മാത്രം ഇതിന് സൊല്യൂഷൻ ഇല്ല. ഇതിന് അലോപ്പതി ഇതിന് ഒരിക്കലും ട്രീറ്റ്മെന്റ് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സത്യാവസ്ഥയാണ്. നിങ്ങളിപ്പോൾ ഒരു ടെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റ്സ് തരും. അതുപോലെ തന്നെ മിനോക്സൈഡ് പോലുള്ള മെഡിസിൻസ് ഇതുകൊണ്ട് സൊല്യൂഷൻ ആയിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റ്സ് പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഹെയർ ഫാൾസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ ഒരു മൾട്ടിവിറ്റാമിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നിർത്തില്ല. നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി ഡോസ് കുറച്ച് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് മിനോക്സൈഡിലാണെങ്കിലും. പിന്നെ നമ്മുടെ ഇതിനകത്ത് മിനോക്സൈഡിലോ അങ്ങനെയുള്ള സൈഡ് എഫക്റ്റ് അടങ്ങുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നവരെ ഏറ്റവും 3 മാസത്തെ കോഴ്സ് മാത്രമല്ല, നിങ്ങൾ ലൈഫ് ടൈം നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോസ് കണ്ടതിനായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.